ലോക്സഭാ സ്പീക്കറായി ഓം ബിർളയെ വീണ്ടും തെരഞ്ഞെടുത്തു. ശബ്ദ വോട്ടോടെയായിരുന്നു തെരഞ്ഞെടുപ്പ്. പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല. സഭയിലെ പുതിയ എംപിമാർക്ക് ഓം ബിർള പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രതിപക്ഷത്തിന് സഭയിൽ അർഹമായ പരിഗണന ലഭിക്കണമെന്നായിരുന്നു സ്പീക്കറോടുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അഭ്യർത്ഥന. Sri Om Birla, a member of this House, be chosen as the Speaker of this House. Those in favor may say aye. Those against may say no. I think the ayes have it. Sri Om Birla is declared elected as the Speaker of this House. എം.എ. അയ്യങ്കാർ, ഗുർദയാൽ ദില്ലൻ, ബൽറാം ഝാക്കർ എന്നിവർക്ക് ശേഷം രണ്ടാം ഊഴം ലഭിച്ച നാലാമൻ എന്ന നേട്ടവുമായാണ് ഓം ബിർള 18ാം ലോക്സഭയെ നിയന്ത്രിക്കാനെത്തുന്നത്. സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയ്ക്കും ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനുമായി 16 പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയം ശബ്ദവോട്ടോടെ അംഗീകരിക്കുകയായിരുന്നു. പ്രതിപക്ഷ നിരയിലെ ചില എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്യാഞ്ഞതും ചിലർ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതുമാണ് ശബ്ദവോട്ടിനെ പ്രതിപക്ഷം എതിർക്കാത്തതിന് കാരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർലമെന്ററി കാര്യമന്ത്രി എന്നിവർ ചേർന്ന് ഓം ബിർളയെ സ്പീക്കർ ചെയറിലേക്ക് ആനയിച്ചു. हम सबका विश्वास है आने वाले 5 साल हम सबका मार्गदर्शन भी करेंगे और देश की आशा अपेक्षाएं पूर्ण करने के लिए ये सदन अपना दायित्व निभाने में आपकी बहुत बड़ी भूमिका रहेगी. കഴിഞ്ഞ ലോക്സഭയിൽ പ്രതിപക്ഷ എംപിമാരെ ഓം ബിർള ഒന്നടങ്കം സസ്പെൻഡ് ചെയ്തത് പരോക്ഷമായി പരാമർശിച്ച് പ്രതിപക്ഷ ശബ്ദം ഉയരാൻ അനുവദിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഓം ബിർളയ്ക്ക് ആശംസ നേർന്നത്. I'd like to congratulate you on behalf of the entire opposition, and this time the opposition represents significantly more voice of the Indian people than it did last time. I'm confident that you will allow us to represent our voice, allow us to speak, allow us to represent the voice of the people of India. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള എംപിയാണ് ഓം ബിർള. അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നില്ല. എൻഡിഎ ഘടകകക്ഷിക്ക് തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലഭിക്കാനാണ് സാധ്യത. റിപ്പോർട്ടർ, ദില്ലി.